ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സുരേന്ദ്രൻ അവർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ അശോകൻ കുളനട, ഭാരതീയ ജനതാ പാർട്ടിയുടെ അടൂർ നിയോജക മണ്ഡലം അധ്യക്ഷൻ ശ്രീ അനിൽ നെടുമ്പള്ളി, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ഡോക്ടർ ജെ പ്രമീള ദേവി, വി സൂരജ് ജില്ലാ ജനറൽ സെക്രട്ടറി, മണ്ഡലം ജനറൽ സെക്രട്ടറി ബിനുകുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറി രാജേഷ് തെങ്ങമം, രാജൻ പെരുമ്പക്കാട്, ബിജു മാത്യു, ശ്രീമതി സുശീല സന്തോഷ് ജില്ലാ ഉപാധ്യക്ഷ, ശ്രീ അച്ചമുനി ജോൺ സംസ്ഥാന കൗൺസിൽ അംഗം, പാർട്ടിയുടെ മേഖലാ ജനറൽ സെക്രട്ടറി ഷാജിയ നായർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സമന്വിതരായ നേതാക്കളെ, പന്തളം മുനിസിപ്പാലിറ്റിയിലെ BJP പ്രവർത്തകരെ, കഴിഞ്ഞ 2015 പന്തളം മുനിസിപ്പാലിറ്റിയിൽ 7 സീറ്റുകൾ വിജയിച്ച് 2ാം സ്ഥാനത്തേക്ക് 10 സീറ്റുകളിൽ 12 സീറ്റുകളിലും എത്തിയിരുന്ന നമ്മൾ ഇന്ന് 18 സീറ്റ് നേടി പന്തളം നഗരസഭയുടെ ഭരണം ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുക. ഇതൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ 1-2 വ്യക്തികളുടെ പ്രയത്നം കൊണ്ടല്ല. പന്തളം മുനിസിപ്പാലിറ്റിയിൽ പോസ്റ്റർ ഒട്ടിച്ച സാധാരണ പ്രവർത്തകൻ തൊട്ട് ഒരു വീട്ടിൽ പോയിരുന്ന് വോട്ടുറപ്പിച്ച കാര്യകർത്താവ് വരെയുള്ള അനവധിയായ പ്രവർത്തകരുടെ ചിട്ടയായ സംഘടനാ പ്രവർത്തനത്തിന്റെ ഫലമാണ് പന്തളം മുനിസിപ്പാലിറ്റിയുടെ വിജയം. പന്തളം മുനിസിപ്പാലിറ്റിയിൽ ഒരു കോർ ടീം, അതിന് തൊട്ടതാഴെ ഓരോ ഏരിയയിലും കോർ ടീമുകൾ, ഓരോ വാർഡിലും കൃത്യമായി സംഘടനാ പ്രവർത്തനം ചെയ്യുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ സംയോജനത്തിലൂടെ നേടിയ ഈ വിജയം, അതിൽ ഓരോ പ്രവർത്തകനും ഒരു നിമിഷമെങ്കിലും BJP വിജയിക്കണം എന്ന് ആഗ്രഹിച്ച പന്തളം മുനിസിപ്പാലിറ്റിയിലെ ഓരോ പ്രവർത്തകർക്കും ഭാരതീയ ജനതാ പാർട്ടി പന്തളം മുനിസിപ്പാലിറ്റിയുടെ നന്ദി അറിയിക്കുകയാണ്. ആദ്യമായി കൂടുതലായി ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഈ പരിപാടിയിൽ കൃത്യമായ വിവരങ്ങളും വിഷയങ്ങളെ കുറിച്ച് കൃത്യമായി സംസാരിക്കാൻ വേണ്ടി നമ്മളുടെ മുതിർന്ന കാര്യകർത്താക്കളുണ്ട്. ഈ പരിപാടിയുടെ ദീപപ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സുരേന്ദ്രൻ അവരെ ക്ഷണിച്ചോളൂ. ഒരു മിനിറ്റ് ഒന്ന് മാറിയ हरिहर सुंदरे
അധ്യക്ഷൻ ശ്രീ രൂപേഷ്, പാർട്ടിയുടെ മുനിസിപ്പാലിറ്റിയുടെ പ്രസിഡന്റ്, പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജെ പ്രമീള ദേവി അവർ, ജില്ലാ പ്രസിഡന്റ് ബഹുമാനായ അശോകൻ കുളനാട് അവർ, മേഖലാ ജനറൽ സെക്രട്ടറി ശ്രീ ഷാദിയാർ നായർ അവർ, ജില്ലാ ജനറൽ സെക്രട്ടറി വി എ സൂരജ്, മണ്ഡലം പ്രസിഡന്റ് അനിൽ നെടുവള്ളി, സംസ്ഥാന സമിതി അംഗങ്ങളായിട്ടുള്ള ശ്രീ ബിജു മാത്യു, രാജൻ പാലക്കാട്, ശ്രീ ബിനു രാജേഷ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പുതിയ കൗൺസിലർമാരെ, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. പന്തളം മുനിസിപ്പാലിറ്റിയുടെ ഭരണം കേവല ഭൂരിപക്ഷം നൽകി ഈ നാട്ടിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. പന്തളത്തെ സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാർക്ക് മാത്രമല്ല, ലോകം മുഴുവനുള്ള അയ്യപ്പ വിശ്വാസികൾക്കെല്ലാം അങ്ങേയറ്റം ആഹ്ലാദം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് പന്തളത്തുണ്ടായത് എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. അയ്യപ്പസ്വാമിയുടെ ജന്മഗേഹം കുടികൊള്ളുന്ന ഈ മണ്ണ് വലിയ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു മണ്ണാണ്. തീർച്ചയായിട്ടും ഞാൻ പന്തളത്തെ ഓരോ വോട്ടറെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങേയറ്റം അഭിമാനകരമായിട്ടുള്ള ഈ വിജയം ഭാരതീയ ജനതാ പാർട്ടിക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നൽകിയത്. പ്രത്യേകിച്ചും കേരളം ശക്തമായിട്ടുള്ള വർഗീയ ശക്തികളുടെ, പ്രത്യേകിച്ച് മുസ്ലിം തീവ്രവാദ ശക്തികളുടെ കയ്യിലേക്ക് കേരളത്തിന്റെ അധികാരി വർഗം എല്ലാം അവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ സംശയവും വേണ്ട, കേരളം ദേശീയവാദികളും ദേശവിരുദ്ധരും തമ്മിലുള്ള ശക്തമായിട്ടുള്ള ഒരു പോരാട്ടത്തിന് കളമൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ദേശസ്നേഹികൾ എല്ലാവരും ഒരു വശത്തും രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്നവർ മറുവശത്തും അണിനിരന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ പാലക്കാട് നഗരസഭയിൽ ജയ് ശ്രീറാം എന്നുള്ള ഒരു ബാനർ അവിടെ തെരഞ്ഞെടുപ്പിന് ശേഷം ചില ആളുകൾ ഉയർത്തി കാണിച്ചത് വലിയ അപരാധമായി ഇപ്പോൾ കേരളത്തിൽ ചില ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നു. എന്തോ മഹാ അപരാധം പാലക്കാട്ടെ BJP പ്രവർത്തകർ കാണിച്ചു. മര്യാദ പുരുഷോത്തമനായിട്ടുള്ള ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ഒരു ചിത്രം, ജയ് ശ്രീറാം എന്നുള്ള ഒരു ബാനർ അവിടെ ഉയർത്തിയത് നമ്മുടെ നാടിന്റെ മതേതരത്വത്തിനെതിരാണെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഭഗവാന്റെ നാമധേയം, ശ്രീരാമചന്ദ്രന്റെ നാമധേയം ഒരു മുനിസിപ്പാലിറ്റിയുടെ ഓഫീസിന്റെ മുകളിൽ ആരോ ഉയർത്തിയത് ദേശവിരുദ്ധമാവുന്നത്? ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ചുമരിന് പുറത്ത് ഉയർത്തിയപ്പോഴാണ് നിങ്ങൾ, കെട്ടിടത്തിന്റെ മുകളിൽ ഉയർത്തിയപ്പോഴാണ് നിങ്ങൾ ഇത്ര ആക്രോശിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിനകത്ത് 135 കോടി ജനങ്ങളുടെ ഭാഗധേയം നിർണയിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് ജയ് ശ്രീറാം വിളികൾ ഉയർന്ന കാലമാണിത്. ഇത്ര വലിയ മഹാ അപരാധമായിട്ട് നിങ്ങൾ എന്തിനാണ് കണക്കാക്കുന്നത്? ഇവിടെ
ഭരണഘടന എഴുതിയത് നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ ഭരണഘടന എഴുതുമ്പോൾ അതിന്റെ ചിത്രത്താളുകളിൽ 4-5 ചിത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചിത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം ഭഗവാൻ ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും ഹനുമാനും എല്ലാം വനവാസം കഴിഞ്ഞ് ലങ്കാദഹനവും കഴിഞ്ഞ് രാവണനെ വധിച്ച് 14 കൊല്ലത്തെ വനവാസം കഴിഞ്ഞ് തിരിച്ച് അയോധ്യയിലേക്ക് വരുമ്പോൾ അയോധ്യയിൽ നടന്ന ആ ശ്രീരാമ പട്ടാഭിഷേകത്തിന്റെ ചിത്രമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യത്തെ പതിപ്പ് മുതൽ അതിന്റെ മുഖചിത്രങ്ങളിൽ ഒന്നായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അന്ന് ഇവിടെ ആർക്കും ഒരു മതേതരത്വം പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ, ഒരു മതത്തിനും എതിരായിട്ടില്ലല്ലോ. ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ രാജ്യം മാതൃകാ പുരുഷനായി ഒരു മാതൃകാ ഭരണാധികാരി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് കൃത്യമായി നമുക്ക് കാണിച്ചു തന്ന ആളാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. ആ ശ്രീരാമചന്ദ്രന്റെ നാമധേയവും ചിത്രങ്ങളും ദൃശ്യങ്ങളും അതൊരു അപമാന ചിഹ്നമായി കേരളത്തിലെ ദേശീയ ജനങ്ങൾ കാണുന്നില്ല. അതിനെ ആരെങ്കിലും അപമാനിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിവിടെ വിലപ്പോവില്ല എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞാനിത് പറഞ്ഞത്. ഇനിയും നിങ്ങൾക്ക് ധാരാളം ഇത്തരത്തിലുള്ള പരാതികൾ കേൾക്കേണ്ടി വരും ദിവസങ്ങളിൽ. പന്തളം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരു സൂചനയാണ്. പന്തളം ഇത്തവണ ജയിച്ച പല സ്ഥലങ്ങളും നിങ്ങൾ നോക്കിയാൽ സൈബർ പോരാളികൾക്കും ജിഹാദി കൂട്ടങ്ങൾക്കും ഒക്കെ ധാരാളം ഇനിയും ഉരുപൊട്ടുന്ന ധാരാളം സ്ഥലങ്ങളിൽ BJP ജയിച്ചിട്ടുണ്ട്. ശബരിമല ക്ഷേത്രം നിലനിൽക്കുന്ന വാർഡ് ഇത്തവണ ജയിച്ചിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇത്രയും കാലം മറ്റുള്ളവരുടെ കയ്യിലുണ്ടായിരുന്ന വാർഡ് ഇത്തവണ BJP ആണ് ജയിച്ചിരിക്കുന്നത്. പന്തളം മഹാദേവനും മണികണ്ഠസ്വാമിയും കുടികൊള്ളുന്ന ഈ ചരിത്ര നഗരം BJPയുടെ കൈകളിലാണ് ഇപ്പോൾ. ഗുരുവായൂർ ക്ഷേത്രം നിലനിൽക്കുന്ന ടെമ്പിൾ വാർഡ് ഭാരതീയ ജനതാ പാർട്ടിയാണ് ജയിച്ചിരിക്കുന്നത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും ലോക പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ്. ആ പത്മനാഭന്റെ മണ്ണിൽ ഇത്തവണ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം കുടികൊള്ളുന്ന വാർഡ് ജയിച്ചിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. തിരുവല്ലം പരശുരാമന്റെ ഏറ്റവും പവിത്രമായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ പിതൃതർപ്പണത്തിന് ഉപയോഗിക്കുന്ന തിരുവല്ലം പരശുരാമന്റെ വാർഡ് ജയിച്ചിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അങ്ങനെ കേരളത്തിലെ എല്ലാ ആധ്യാത്മിക കേന്ദ്രങ്ങളിലും തീർത്ഥാലയങ്ങളിലും അത് കുടികൊള്ളുന്ന എല്ലാ വാർഡുകളും ജയിച്ചിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. പവിത്രമായിട്ടുള്ള ശ്രീകണ്ഠേശ്വരത്തപ്പൻ സ്ഥിതി ചെയ്യുന്ന ടെമ്പിൾ വാർഡ് ജയിച്ചിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം കുടികൊള്ളുന്ന ടെമ്പിൾ വാർഡ് ജയിച്ചിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. തിരുവല്ലയിലെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ശ്രീവല്ലഭന്റെ വാർഡ് ജയിച്ചിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. തൊടുപുഴയിലെ ശ്രീകൃഷ്ണസ്വാമിയുടെ ക്ഷേത്രം കുടികൊള്ളുന്ന വാർഡ് ജയിച്ചിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. പ്രസിദ്ധമായിട്ടുള്ള മലയാളപ്പുഴ ദേവിയുടെ വാർഡ് ജയിച്ചിരിക്കുന്നത് ടെമ്പിൾ വാർഡ് ജയിച്ചിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അമ്പലപ്പുഴയിലെ പ്രസിദ്ധമായിട്ടുള്ള കരുമാടിക്കുട്ടൻ ക്ഷേത്രം നിലനിൽക്കുന്ന വാർഡ് ജയിച്ചിരിക്കുന്നത് BJP ആണ്. തിരുനക്കര തേവരുടെ വാർഡ് ജയിച്ചിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഏറ്റുമാനൂർ അപ്പന്റെ വാർഡ് ജയിച്ചിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. വൈക്കം മഹാദേവൻ കുടികൊള്ളുന്ന വാർഡ് ജയിച്ചിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. പൂർണ്ണത്രയീശ്വരൻ തൃപ്പൂണിത്തറയിൽ പൂർണ്ണത്രയീശ്വരന്റെ വാർഡ് ജയിച്ചിരിക്കുന്നത് BJP ആണ്. കൊടുങ്ങല്ലൂർ അമ്മയുടെ സ്വന്തം വാർഡ് ജയിച്ചിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. കൂടൽമാണിക്യ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ആ വാർഡ് ജയിച്ചിരിക്കുന്നത് BJP ആണ്. വടക്കുന്നാഥന്റെ മണ്ണിൽ വടക്കുന്നാഥൻ സ്ഥിതി ചെയ്യുന്ന ടെമ്പിൾ വാർഡ് ജയിച്ചിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. നെന്മാർ ഭഗവതി ജയിച്ചിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇത് മാത്രമാണോ? ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മം കൊണ്ട് പ്രസിദ്ധമായിട്ടുള്ള ചെമ്പഴന്തി BJP ആണ് ജയിച്ചിരിക്കുന്നത്. മന്നത്താചാര്യന്റെ സ്മാരകം
നിത്യസ്മാരകം കുടികൊള്ളുന്ന പെരുന്ന വാർഡ് ജയിച്ചിരിക്കുന്നത് BJP ആണ്. ശിവഗിരി കുന്നുകൾ ഉൾപ്പെടുന്ന ശ്രീനാരായണ ധർമ്മത്തിന്റെ ഏറ്റവും വലിയ തീർത്ഥാലയമായിട്ടുള്ള ശിവഗിരി കുന്നിൽ ജയിച്ചിരിക്കുന്നത് BJP ആണ്. മഹാനായിട്ടുള്ള അയ്യങ്കാളി, ആ അയ്യങ്കാളിയുടെ പേരിൽ കുടികൊള്ളുന്ന സ്ഥലം വെങ്ങാനൂരിൽ ജയിച്ചിരിക്കുന്നത് BJP. ഞാൻ എല്ലാ കണക്കുകളും പറയുന്നില്ല. കേരളം ദേശീയ പ്രസ്ഥാനങ്ങൾക്ക്, ദേശീയ ജനതയുമായി ബന്ധപ്പെട്ട തത്വശാസ്ത്രത്തിന് കേരളം ബാലികേറ മലയല്ല എന്ന് കൃത്യമായ വിധിയെഴുതിയ തെരഞ്ഞെടുപ്പാണ് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ പ്രസ്ഥാനങ്ങളും ഒരു വശത്തും മറ്റെല്ലാവരും മറുവശത്തുമാകുന്ന ശക്തമായിട്ടുള്ള രാഷ്ട്രീയ ധ്രുവീകരണത്തിനാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലെയും വോട്ട് ശരിയായി വിലയിരുത്താൻ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും എഴുതി തരുന്ന വാർത്തകൾ കൊടുത്ത് സംതൃപ്തി അടഞ്ഞതുകൊണ്ട് കാര്യമില്ല. കേരളത്തിലെ രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകിയിരിക്കുന്നത്. എവിടെയാണ് കോൺഗ്രസിന്റെ സ്ഥാനം ഈ തെരഞ്ഞെടുപ്പിൽ? എവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ഉപയോഗിച്ച സാധ്യതകളെ ശരിയായി പരിശോധിച്ചാൽ എന്താണ് അവരുടെ കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ? ഭാരതീയ ജനതാ പാർട്ടിയെ, ദേശീയ ജനാധിപത്യ സഖ്യത്തെ പരാജയപ്പെടുത്താൻ എല്ലാ മാർഗങ്ങളും, നീചമായ മാർഗങ്ങളും നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ പന്തളം മുനിസിപ്പാലിറ്റി അതിന്റെ ഉദാഹരണമല്ലേ? ഞങ്ങൾ 18 വാർഡുകളിൽ ജയിച്ചു, നിരവധി വാർഡുകളിൽ തോറ്റു. തോറ്റ സ്ഥലങ്ങളിലെല്ലാം വേറെ ഏതെങ്കിലും മുന്നണിക്ക് വോട്ടുണ്ടോ? 3 മുന്നണികളുണ്ടോ പല സ്ഥലങ്ങളിലും? 1200 വാർഡുകളിലാണ് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്താൻ 2 മുന്നണികൾ ഒരുമിച്ച് വന്നത്. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. തോറ്റെങ്കിലും ഒരു മുന്നണി ഇല്ലാതായിരിക്കുന്നു. തലശ്ശേരി CPM-ന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ്. ഞാൻ ഒറ്റ വാർഡിന്റെ ഉദാഹരണം പറയാം. CPM-ന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ്, ഞങ്ങൾ സമ്മതിക്കുന്നു. ആ തലശ്ശേരിയിൽ BJP-യുടെ മുൻ മണ്ഡലം അധ്യക്ഷൻ ശ്രീ സുമേഷ് മത്സരിച്ച വാർഡിൽ കോടിയേരി ബാലകൃഷ്ണന്റെ വീടിന് തൊട്ടടുത്ത്, സ്ഥലം MLA ആയിട്ടുള്ള ഷംസീറിന്റെ വീടിന്റെ തൊട്ടടുത്ത് സുമേഷ് മത്സരിച്ച വാർഡിൽ 34 വോട്ടിന് ഞങ്ങൾ പരാജയപ്പെട്ടു. പക്ഷെ അവിടെ LDF-ന് കിട്ടിയിരിക്കുന്ന വോട്ട്, സുഹൃത്തുക്കളെ, തലശ്ശേരി പോലുള്ള ഒരു ശക്തി ദുർഗത്തിൽ LDF-ന് ഒരു വാർഡിൽ കിട്ടിയിരിക്കുന്നത് 70 വോട്ടാണ്. 470 വോട്ടുണ്ടായിരുന്നവർക്ക് 5 കൊല്ലം കഴിയുമ്പോൾ 70 വോട്ടായി മാറിയിട്ടുണ്ടെങ്കിൽ BJP-യെ പരാജയപ്പെടുത്താൻ 400 പേരും അവിടെ UDF-ലാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. തിരിച്ചിങ്ങനെ എത്ര സ്ഥലങ്ങളിലാണ്? തിരുവനന്തപുരം കോർപ്പറേഷൻ ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസും ലീഗും ഏറ്റവും ഹീനമായിട്ടുള്ള വോട്ട് കച്ചവടം നടത്തി. എന്താണ് അതിന്റെ പരിണത ഫലം? 77 സ്ഥലങ്ങളിൽ 100-ൽ UDF അതിദയനീയമായി 3-ാം സ്ഥാനത്താണ്. 77 വാർഡുകളിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF അതിദയനീയമായി 3-ാം സ്ഥാനത്താണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ വിജയിച്ചതിൽ വലിയ പങ്ക് വഹിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിലെ 77 വാർഡുകളിലാണ്. BJP-ക്ക് വിജയ സാധ്യത ഉണ്ടായിരുന്ന 100 കണക്കിന് പഞ്ചായത്തുകളിൽ ഉറപ്പായിട്ടും അധികാരത്തിൽ വരും എന്ന് ഉറപ്പുണ്ടായിരുന്ന 100 കണക്കിന് പഞ്ചായത്തുകളിലാണ്, 1200-ലധികം വാർഡുകളിലാണ് UDF-ഉം LDF-ഉം പരസ്പരം യോജിച്ച് മത്സരിച്ചത്. ഒരു വളരെ ശുഭോദരകമായിട്ടുള്ള, സ്വാഗതാർഹമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾ 1200 സ്ഥലത്തൂടെ അധികം ജയിക്കുന്നത് നിങ്ങൾ ഇല്ലാതാക്കിയെന്നുള്ളത് ശരിയാണ്. പക്ഷേ അതുവഴി ഉണ്ടാവുന്നത് ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ധ്രുവീകരണമാണ്. എന്തിനാണ് നിങ്ങൾ പരസ്പരം മത്സരിക്കുന്നത് എന്നുള്ള സാധാരണ ചോദ്യം, ഒരു സാധാരണ മലയാളിയുടെ ചോദ്യമാണ് വരുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് രമേശ് ചെന്നിത്തല പറഞ്ഞു BJP-യുടെ അടിത്തറ ഇളകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. രമേശ് ചെന്നിത്തല വെല്ലുവിളിച്ചു. ഞാൻ അന്നും പറഞ്ഞു, വോട്ടെണ്ണി കഴിയുമ്പോൾ ആരുടെ അടിത്തറയാണ് ഇളകാൻ പോകുന്നത്. രമേശ് ചെന്നിത്തലയുടെ തറവാട് വീട് സ്ഥിതി ചെയ്യുന്ന ചെന്നിത്തല പഞ്ചായത്തിൽ UDF-ഉം LDF-ഉം ഒരുമിച്ച് ഭരിക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നു. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ രമേശ് ചെന്നിത്തല.
നിങ്ങളുടെ സ്വന്തം പഞ്ചായത്തിൽ നിങ്ങൾ കോൺഗ്രസും CPM-ഉം എല്ലാവരും ഒരുമിച്ച് ഭരിക്കണം. കേരളത്തിലെ ഒട്ടുമിക്ക തദ്ദേശ സ്ഥാപനങ്ങളിലും വരും ദിവസങ്ങളിൽ BJP-യെ മാറ്റി നിർത്താൻ UDF-ന്റെയും LDF-ന്റെയും പരസ്യമായിട്ടുള്ള സഹകരണം ആവശ്യമായി വന്നിരിക്കുന്നു. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം. എന്തിനാണ് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നത്? ഞങ്ങൾക്ക് വിജയ സാധ്യത ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ പരസ്പരം വൈരം മറന്നുകൊണ്ട് ഒന്നിച്ചിരിക്കുകയാണ്. 3 മാസം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ ഇതേ രാഷ്ട്രീയം സ്വീകരിക്കണമെന്ന് ഞാൻ UDF-ന്റെയും LDF-ന്റെയും നേതാക്കളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ഇത് തന്നെ ചെയ്യണം. നിങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണിച്ച അതേ മാതൃക, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച അതേ തന്ത്രപരമായ വോട്ടിംഗ് നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടരണം. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കട്ടെ, നിങ്ങളുടെ വൈരം എന്ന് പറയുന്നത് വെറും കാപട്യമാണെന്ന്. 1200 വാർഡുകളിലെങ്കിലും ഞങ്ങളെ പരാജയപ്പെടുത്തി സന്തോഷിക്കൊന്നും വേണ്ട. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയെ, ദേശീയ ജനാധിപത്യ സഖ്യത്തെ 1200 വാർഡുകളിൽ നിങ്ങൾ പരാജയപ്പെടുത്തി. ഞങ്ങൾ ഇവിടെ തന്നെ ജനങ്ങളുടെ ഇടയിലുണ്ട്. പരാജയപ്പെട്ടിടത്തെല്ലാം നിങ്ങളുടെ പൊള്ളത്തരം ഈ നാട്ടിലെ ഓരോ പൗരനെയും ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഞങ്ങൾ. ഞങ്ങൾ ഈ മണ്ണിൽ തന്നെ ഉണ്ട്. പിണറായി വിജയൻ ഇപ്പൊ ധരിക്കുന്നുണ്ടാവും UDF-നെ പരാജയപ്പെടുത്താൻ, UDF-ന് ഉദ്ദേശിച്ച പോലെ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ആശ്വാസം. ഞങ്ങൾ 1200 വാർഡുകളിൽ നിങ്ങൾക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് പരാജയപ്പെടുത്താൻ സാധിച്ചു എന്നുള്ള ആശ്വാസം. ഒരു ആശ്വാസവും വേണ്ട ശ്രീ പിണറായി വിജയൻ. ഇത് നിങ്ങളുടെ അഴിമതിക്കും, നിങ്ങളുടെ സ്വർണ്ണക്കള്ളക്കടത്തിനും, നിങ്ങളുടെ അനധികൃത സ്വത്ത് സമ്പാദ്യത്തിനും, നിങ്ങളുടെ തീവട്ടിക്കൊള്ളകൾക്കുമുള്ള ലൈസൻസ് ആണ് എന്ന് നിങ്ങൾ കരുതണ്ട. അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടം കേരളത്തിൽ തുടരുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എവിടെയാണോ CPM-നെ പരാജയപ്പെടുത്താൻ ഒരു വയബിൾ ഓൾട്ടർനേറ്റീവ്, ഒരു ശക്തമായിട്ട് അവരെ നേരിടാൻ സാധിക്കുന്ന ഒരു പ്രതിപക്ഷം ഉള്ളത്, അവിടെയെല്ലാം ജനങ്ങൾ ഞങ്ങളെയാണ് പിന്തുണച്ചത്. ഞങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ മാത്രമാണ്, പ്രത്യേകിച്ച് മലപ്പുറം മുസ്ലിം ലീഗിന്റെയും വർഗീയ ശക്തികളുടെയും കൂടാരമായിട്ടുള്ള സ്ഥലങ്ങൾ പോലുള്ള സ്ഥലങ്ങളിൽ ഒഴിച്ച് ഒരു ശരിയായ ബദൽ, ഒരു ആർജവമുള്ള ബദൽ എവിടെയാണോ കേരളത്തിലുള്ളത് അവിടെയെല്ലാം CPM-നെ തോൽപ്പിക്കാൻ ജനം ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്. വ്യക്തമായിട്ടുള്ള ഒരു സൂചനയാണ്. ഇനി വരാൻ പോകുന്ന കേരളം ഭാരതീയ ജനതാ പാർട്ടി ഒരു വശത്തും മറ്റുള്ളവരെല്ലാവരും മറുവശത്തും നിൽക്കുന്ന ഒരു ശക്തമായിട്ടുള്ള രാഷ്ട്രീയ ധ്രുവീകരണത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. മതന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പ്രത്യേകിച്ച് മുസ്ലിം തീവ്രവാദ ശക്തികൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ കളികൾ കളിച്ചിട്ടുണ്ട്. മുസ്ലിം തീവ്രവാദ ശക്തികൾ എല്ലാ സ്ഥലങ്ങളിലും, BJP-ക്ക് വിജയ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും രാഷ്ട്രീയം മറന്ന് മതത്തിന്റെ പേരിൽ അവർ ഒരുമിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് സ്ഥലങ്ങളിലെ കണക്കുകൾ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ബോധിപ്പിക്കാൻ സാധിക്കും. എല്ലാ സ്ഥലങ്ങളിലും മതന്യൂനപക്ഷങ്ങളെ അവിടുത്തെ തീവ്രവാദ സംഘടനകൾ, മുസ്ലിം ലീഗ് ആവട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ, പോപ്പുലർ ഫ്രണ്ട് ആവട്ടെ, വെൽഫെയർ പാർട്ടി ആവട്ടെ, ഇവരെല്ലാവരും പുറമെ പല ചേരികളിലായിട്ടാണ് മത്സരിച്ചതെങ്കിലും BJP-ക്ക് വിജയ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം അവർ ഒരമ്മ വെച്ച മക്കളെ പോലെ ഒരുമിക്കുന്ന കാഴ്ചയാണ് കണ്ടിരിക്കുന്നത്. ഇതിനൊരു മറുവശം ഉണ്ടാകും എന്ന് ഇവിടുത്തെ മതേതര പാർട്ടികൾ എന്ന് വിചാരിക്കുന്നവർ ഓർമ്മിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമേ ഇപ്പൊ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിനൊരു മറുവശമുണ്ട്. BJP-യെ വെച്ചുപൊറപ്പിക്കില്ല, കേരളത്തിൽ വെച്ചുപൊറപ്പിക്കില്ല എന്നുള്ള രാഷ്ട്രീയമാണ് നിങ്ങൾ എല്ലാവരും ചേർന്ന് സ്വീകരിച്ചിരിക്കുന്നതെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പല കൊലകൊമ്പന്മാരും നിയമസഭ കാണണമോ വേണ്ടയോ എന്നുള്ള കാര്യം ദേശീയ ജനാധിപത്യ സഖ്യം തീരുമാനിക്കുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങോട്ട് നിങ്ങൾ കാണിക്കുന്ന അതേ നീതിയാണ് തിരിച്ച് അങ്ങോട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുക എന്നുള്ള കാര്യം പ്രതീക്ഷിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളിപ്പോ കാണിച്ച വില കുറഞ്ഞ വൃത്തികെട്ട ഏറ്റവും നീചമായിട്ടുള്ള ഒരു തോൽപ്പിക്കൽ രാഷ്ട്രീയം ഉണ്ടല്ലോ, അത് ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് പ്രയോഗിച്ചാൽ പല കൊലകൊമ്പന്മാരും
അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലല്ല, ഇനി ഒരു 100 കൊല്ലം കേരളത്തിന്റെ നിയമസഭ കാണില്ല. ഞങ്ങൾക്ക് അത്രമാത്രം സ്വാധീനം കേരളത്തിലെ ഓരോ അസംബ്ലി മണ്ഡലത്തിലും ഉണ്ട് എന്നുള്ള കാര്യം ഇരു മുന്നണികളും മറക്കാതിരിക്കുന്നതാണ് നല്ലത്. രാഷ്ട്രീയത്തിൽ കാണിക്കേണ്ട സത്യസന്ധതയും മാന്യതയും രാഷ്ട്രീയത്തിൽ കാണിക്കേണ്ട വിശ്വാസ്യതയും നിങ്ങൾ കാണിക്കാതിരിക്കുകയാണെങ്കിൽ എല്ലാ കാലത്തും ഞങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ മതപരമായിട്ടുള്ള ക്രോസ് വോട്ടിങ്ങിന് വിധേയമാവാൻ തന്നെയാണ് തീരുമാനിക്കുന്നതെന്ന് നിങ്ങൾ കരുതരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങള് ഈ കാര്യത്തിൽ CPM-ഉം കോൺഗ്രസും നടത്തുന്ന വർഗീയ ശക്തികളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകളെ മുഴുവൻ മറുചേരിയിലേക്ക് മാറ്റുന്ന ഈ തന്ത്രം തിരിച്ചും ചില സ്ഥലങ്ങളിൽ ചെയ്യാൻ തീരുമാനിച്ചാൽ കേരളത്തിന്റെ രാഷ്ട്രീയം എന്തായിരിക്കുമെന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും എന്ന് മാത്രമേ ഞാനിപ്പോ പറയുന്നുള്ളൂ. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിലേക്ക് കേരളത്തെ നിങ്ങൾ നടന്നടുപ്പിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഇത്തവണ എല്ലാ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ആളുകൾക്കും സ്ഥാനാർത്ഥിത്വം നൽകിയിട്ടുണ്ട്, അർഹമായിട്ടുള്ള പരിഗണന നൽകിയിട്ടുണ്ട്. വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ഈ പന്തളം മുനിസിപ്പാലിറ്റിയിൽ ഇരിക്കുന്നതിൽ 2 പേർ ക്രൈസ്തവ സഹോദരങ്ങളാണ് എന്ന് പറയുന്നത് ഞങ്ങളുടെ അഭിമാനത്തോടെയാണ്, അല്ലാതെ രാഷ്ട്രീയമല്ല. ഞങ്ങൾക്ക് അതിന്റെ ആർജവും സത്യസന്ധതയും ഉണ്ട്. പക്ഷെ തിരിച്ചാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ 3-4 മാസമല്ലേ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള. ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പന്തളം ഒരു പ്രതീകമാണ്. പന്തളം ഒരു പ്രതീകമാണ്. പാലക്കാടും ഒരു പ്രതീകമാണ്. വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലേക്കുമുള്ള ഗേറ്റ് വേ ആണ് പാലക്കാട്. കഴിഞ്ഞ തവണ കേവല ഭൂരിപക്ഷം നമുക്ക് കിട്ടിയില്ല. ഇത്തവണ കേവല 2 പേര് ഒന്നിച്ചിട്ടും എല്ലാ വാർഡുകളിലും 2 പേര് ഒന്നിച്ചു. എല്ലാ വാർഡുകളിലും 2 പേര് ഒന്നിച്ചിട്ടും പാലക്കാട് അതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞു. പന്തളത്ത് പലയിടത്തും 3ാമത്തെ സ്ഥാനാർത്ഥികളുടെ വോട്ടിന്റെ എണ്ണം ഞാൻ നോക്കും. മരുന്നിൽ ചേർക്കാനുള്ള വോട്ട് പോലും പല മുന്നണികൾക്കും ഇവിടെ കിട്ടിയിട്ടില്ല. തിരുവനന്തപുരത്ത് ഒരു പരീക്ഷണം നിങ്ങൾ വിജയിച്ചു. നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് മാത്രമേ ഞാനിപ്പോ സൂചിപ്പിക്കുന്നുള്ളൂ. കേരളത്തിൽ അപകടകരമായ വർഗീയ രാഷ്ട്രീയമാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപായകരമായ നിലയിൽ മുസ്ലിം വർഗീയ ശക്തികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന മുന്നണികളായി 2 മുന്നണികളും മാറുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചിട്ടും UDF-ലെ വലിയൊരു വിഭാഗം മുസ്ലിങ്ങൾ പിണറായി വിജയന്റെ പാളയത്തിലേക്ക് പോയി എന്നുള്ള കാര്യം കോൺഗ്രസിനകത്തെ സാധാരണക്കാരായിട്ടുള്ള അണികൾ മനസ്സിലാക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. CPM-നകത്ത് മതേതരത്വം ഉള്ളത് ഒരു വിഭാഗത്തിന് മാത്രമാണ്. ബാക്കി എല്ലാ വർഗീയ ശക്തികളും അവര് വളരെ യാതൊരു തരത്തിലുള്ള പ്രശ്നവും അവർക്കില്ല. ഈ 2 മുന്നണികളുടെയും വർഗീയ ശക്തികളുമായിട്ടുള്ള ചങ്ങാത്തം, മതത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ കളി കേരളത്തിലെ ജനത അധിക കാലം അംഗീകരിച്ചു കൊടുക്കില്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. ശ്രീരാമചന്ദ്രനും അയ്യപ്പനും ഇവിടെ നിങ്ങൾക്ക് കഴിക്കുമെങ്കിൽ മറ്റെല്ലാ ഭീകര ശക്തികളെയും നിങ്ങൾക്ക് മധുരിക്കുന്ന അനുഭവങ്ങളാണ്. ശ്രീരാമചന്ദ്രന്റെ പേര് ആരെങ്കിലും പറഞ്ഞാൽ അവർ രാജ്യദ്രോഹികളാവുന്നു. ഒരു സ്വാമി ശരണം ആരെങ്കിലും വിളിച്ചാൽ അവര് കുഴപ്പക്കാരാവുന്നു. ഇവിടുത്തെ ഏറ്റവും ഭീകരന്മാരെ തോളോട് തോള ചേർത്ത് നിർത്തി അധികാരത്തിന്റെ അപ്പകഷ്ണം നുണയാൻ നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല. ആ രാഷ്ട്രീയം കൊണ്ട് തന്നെ നേരിടാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മടിയില്ല എന്ന് തെളിയിക്കുന്നതാണ് പന്തളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള മുന്നേറ്റം. അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രം തകർക്കാനും വിശ്വാസികളെ വേട്ടയാടാനും പിണറായി വിജയൻ സർക്കാർ ശ്രമിച്ചപ്പോൾ ഇവിടെ രക്തസാക്ഷി ബലിദാനികളടക്കം അയ്യപ്പസ്വാമിക്ക് വേണ്ടി നമ്മുടെ ചന്ദ്രേട്ടനടക്കം ഇവിടെ ഈ മണ്ണിൽ മരിച്ചു വീണതാണ്. പന്തളത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണത്തിന് നേതൃത്വം നൽകുന്ന എന്റെ സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, തീവ്രവാദ ശക്തികളുടെയും ന്യൂനപക്ഷ വർഗീയതയുടെയും താല്പര്യങ്ങൾ മാത്രമാണ് എല്ലാ കാലത്തും ഇവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ചോദിക്കാനും പറയാനും ആളില്ലാത്ത വലിയൊരു വിഭാഗം പാർശ്വവൽക്കരിക്കപ്പെട്ടവർ വേറെയും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കാണണമെന്നാണ് ഇവിടെ ഭരണത്തിന് നേതൃത്വം നൽകാൻ പോകുന്നവരോട് എനിക്കുള്ള വിനീതമായ അഭ്യർത്ഥന.
എല്ലാവരോടും തുല്യ നീതി എന്നുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉജ്ജ്വലമായിട്ടുള്ള സന്ദേശം ആവണം ഇവിടുത്തെ ഭരണം. അതിന് സാധിക്കും. പന്തളത്തുകാർക്ക് അഭിമാനം സംരക്ഷിച്ചവരാണ് പന്തളത്തുകാർ. ലോകം മുഴുവൻ നിങ്ങളെ ഓർത്ത് സന്തോഷിക്കുകയാണ്. പന്തളത്തെ വിജയം കഴിഞ്ഞപ്പോൾ എനിക്ക് വന്ന ഫോൺ കോളുകളും മെസ്സേജുകളും എനിക്ക് കിട്ടിയിട്ടുള്ള സന്ദേശങ്ങളും എല്ലാം ലോകം മുഴുവനുള്ള വിശ്വാസികൾ ഒറ്റക്കെട്ടായി നൽകിയ ഐക്യദാർഢ്യം ചെറുതല്ല, പ്രതീക്ഷകൾ ചെറുതല്ല, നമ്മളെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ ചെറുതല്ല എന്ന് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഐതിഹാസികമായ ഈ വിജയത്തിന് ചുക്കാൻ പിടിച്ച ഇവിടുത്തെ എല്ലാ സാധാരണ പ്രവർത്തകരെയും ചില ആളുകൾ പുറമേ നിന്നുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ്, മാധ്യമങ്ങളിൽ വാർത്തകൾ വരികയാണ്. കേരളത്തിൽ BJP നേടിയിട്ടുള്ള ഈ വിജയം ലക്ഷക്കണക്കിന് വരുന്ന നിസ്വാർത്ഥരായിട്ടുള്ള പ്രവർത്തകന്മാർ കഴിഞ്ഞ 1.5 മാസം നടത്തിയ ഐതിഹാസികമായിട്ടുള്ള പോരാട്ടത്തിന്റെ ഫലമാണ്. ആ പോരാട്ടം വൃഥാവിലാവില്ല. കേരളം ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം അണിനിരക്കുന്ന നല്ല നാളുകൾ തന്നെയാണ് വരാൻ പോകുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐതിഹാസികമായിട്ടുള്ള പരിവർത്തനം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. പന്തളത്തെ ഊർജം നമുക്കതിന് സഹായകരമാവട്ടെ. എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയശില്പികൾക്കും എന്റെ ഹൃദയംഗമമായിട്ടുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. വന്ദേ മാതരം.